ദുബായിലെ പല പ്രദേശങ്ങളുടെ പേരുകളിൽ ആദ്യത്തിൽ നാദ് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നാദൽ ഹമ്മർ, നാദൽ ഷിബ, നാദൽ ഹെസ്സ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പേര് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പേരുകൾ ഇവിടുത്തെ സംസ്കാരവും ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നാദ് എന്നാൽ ഉയർന്ന മണൽക്കൂനകൾ നിറഞ്ഞ ഒരു റഫ് ടെറൈനെയാണ് ഉദ്ദേശിക്കുന്നത്. മരുഭൂമിയിലെ പ്രദേശങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു സ്വാഭാവികമായ അടയാളങ്ങളാണ് ഇത്. ആദ്യമായി നാദ് ഹെസ്സ. ഇതൊരു പരമ്പരാഗത അറബിക് പേരാണ്. ഷെയ്ഖ് ഹസ്സ ബിൻ അൽ മറാറിന്റെ പേരിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതൊരു ശീതകാല വിശ്രമ കേന്ദ്രമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇതിനിങ്ങനെ പേര് വരാൻ കാരണം. അടുത്തതായി നാദൽ ഹമർ. അൽ ഹമർ എന്ന വാക്ക് അൽ അഹ്മാർ എന്ന വാക്കിൽ നിന്നും ഉണ്ടായതാണ്. ചുവപ്പ് എന്നാണ് ഇതിന്റെ അർത്ഥം. ചുവന്ന മൺകൂന എന്നാണ് നാദൽ ഹമർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നാദൽ ഷീബ. ഈ പേര് സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു കാലത്ത് സമൃദ്ധിയായി പായൽ വളർന്നിരുന്നു. പ്രകൃതിദത്തമായ പ്രത്യേകതകൾ കൊണ്ടാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അടുത്തതായി നാദൽ ഷമ്മ. ഷമ്മ എന്ന സ്ത്രീ അവിടെ ദീർഘകാലം താമസിച്ചതുകൊണ്ട് അവരോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ സ്ഥലത്തിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്ക്. ഈ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.